ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായി എത്തിയതോടെ ഉത്തർപ്രദേശിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വികസനം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വികസനങ്ങളെ പറ്റി പഠിക്കാനായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ളവർ യുപിയിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. നിലവിലിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചിത്രങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിക്കുന്നത് ഈ ജപ്പാനിൽ നിന്നടക്കമുള്ള വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് സെൽഫി എടുക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തേക്ക് വന്നത്. അതായത് ഉത്തർപ്രദേശിലെ വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടി, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ജപ്പാനിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഒരു ഒഴുക്കാണ് ഇന്നലെയൊക്കെ ഉത്തർപ്രദേശിൽ ഉണ്ടായത്. അതിൽ ആശ്ചര്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ തോളത്ത് കൈയിട്ട് നിന്ന് സെൽഫി എടുത്ത ഒരു ദൃശ്യമാണ്. നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ആയിരുന്നെങ്കിൽ ഉടനെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ വിദ്യാർത്ഥിയുടെ നേരെ തോക്ക് ചൂണ്ടുകയോ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയെ തള്ളി മാറ്റുകയോ അല്ലെങ്കിൽ പിടിച്ചു മാറ്റുകയോ ഒന്ന് ഫോൺ എടുത്ത് താഴേക്ക് എറിയുകയോ ചെയ്യുന്ന ഒരു രീതിയായിരിക്കും ഉണ്ടാകുന്നത്. അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയാണ്. അതായത് കുട്ടികളോടൊക്കെ നല്ല ഫ്ലോ ആയിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഇന്നലോടുകൂടി ഒരു കാര്യം മനസ്സിലായി. യോഗി ആദിത്യനാഥിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ജാപ്പാനീസ് വിദ്യാർത്ഥികളും ഉത്തർപ്രദേശിലെ കുട്ടികളും തമ്മിൽ നടന്ന ഊഷ്മളമായ സാംസ്കാരിക വിനിമയ പരിപാടി ഇന്ത്യ ജപ്പാൻ സൗഹൃദത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് എ ഡയലോഗ് വിത്ത് ദി ഫ്യൂച്ചർ എന്ന് പേരിട്ടിരിക്കുന്ന പ്രത്യേക പരിപാടിയിൽ ജപ്പാനിലെ യമനാഷി പ്രവിശ്യയിൽ നിന്നുള്ള 13 വിദ്യാർത്ഥികളും അധ്യാപകരും ലക്നൌവിലെ സ്കൂൾ വിദ്യാർത്ഥികളുമാണ് ഇന്നലെ പങ്കെടുത്തത്. യുപിയിൽ ജപ്പാനീസ് ഭാഷയിലെ അഭിവാദ്യമായ ഒഹായോ ഗോസംഹ്യാനു എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കുട്ടികളെ സ്വാഗതം ചെയ്തത്. ഇത് കേവലം 2 രാജ്യങ്ങളിലെ കുട്ടികളുടെ കൂടിക്കാഴ്ചയല്ലെന്നും മറിച്ച് 2 മഹത്തായ സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും സംഗമമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വരാനിരിക്കുന്ന വർഷത്തിൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് 75 വർഷം തികയ്ക്കുകയാണെന്നും ഈ തലമുറ ഇരു രാജ്യങ്ങളുടെയും ഭാവി നയതന്ത്ര പ്രതിനിധികളായി വളരുമെന്നും യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു. ഔദ്യോഗിക പ്രോട്ടോകോളുകൾ പൂർണ്ണമായും മാറ്റിവെച്ച ചടങ്ങിൽ പരസ്പര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നിമിഷങ്ങളാണ് അരങ്ങേറിയത്. ജപ്പാനീസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ മാതൃഭാഷയിൽ മനോഹരമായ ഗാനം ആലപിച്ചപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ശ്രീരാമ ഭക്തിഗാനത്തിലൂടെയും സാംസ്കാരിക പ്രകടനത്തിലൂടെയും അവരെ സ്വീകരിച്ചു. അതോടൊപ്പം സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജപ്പാനീസ് പരമ്പരാഗത കടലാസ് നിർമ്മാണ കലയായ ഒറിഗാമിയിലൂടെ നിർമ്മിച്ച സമ്മാനങ്ങൾ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഇന്ത്യ സന്ദർശിച്ച അനുഭവം തങ്ങൾക്ക് തികച്ചും വ്യത്യസ്തവും ഹൃദയവുമാണെന്നും താജ്മഹൽ അടക്കമുള്ള അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ജപ്പാനീസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ചടങ്ങിന്റെ അവസാന നിമിഷങ്ങളിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം സെൽഫികൾ എടുക്കാനായി വിദേശ വിദ്യാർത്ഥികളും പ്രാദേശിക കുട്ടികളും തിരക്കുകൂട്ടി. ഔദ്യോഗിക നിയന്ത്രണങ്ങളല്ലാതെ യോഗി ആദിത്യനാഥ് കുട്ടികൾക്കൊപ്പം പുഞ്ചിരിയോടെ സെൽഫികൾക്കും ക്യാമറകൾക്കും മുന്നിൽ നിലയുറപ്പിച്ചത് ചടങ്ങിന് മാറ്റുകൂട്ടി. അരിഗാതോ ഗോസായാസു, അതായത് വളരെ നന്ദിയെന്ന് ജപ്പാനീസ് ഭാഷയിൽ പറഞ്ഞ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചടങ്ങ് അവസാനിപ്പിച്ചപ്പോൾ കയ്യടികളോടെയാണ് കുട്ടികൾ അത് സ്വീകരിച്ചത്. യാമനാഷി ഗവർണർ കൊഥാരോ നാഗസാക്കിയും പങ്കെടുത്ത ഈ സാംസ്കാരിക സംഗമം ഭാവിയിലെ ശക്തമായ ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന് അടിത്തറ പാകിയാണ് അവസാനിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ജപ്പാനീസ് എല്ലാവരും കൂടെ നമ്മുടെ കേരളത്തിലാണ് വന്നിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി ഉണ്ടാകുമായിരുന്നു. പക്ഷെ ആ ബന്ധത്തിൽ തന്നെ ഒരു വിള്ളൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ ഒരു ദൃഢമായി ഇന്ത്യ ജപ്പാൻ ബന്ധം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.